സോ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ അഥവാ ഇന്ത്യൻ പബ്ജി ഫൈനലി നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. എർലി ആക്സസ് ആണിത്. അതായത് എല്ലാവർക്കും ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ പ്രീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ബീറ്റ ടെസ്റ്ററായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എനിക്കും ആ ഒരു കാര്യം ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടി. ഇത് നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് APK ഫയൽസ് വഴി ഡൗൺലോഡ് ചെയ്യാനായിട്ട് കുറേയധികം വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും എന്തൊക്കെയാണ് മേജറായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കാണ് തരാൻ പോകുന്നത്. പ്രത്യേകിച്ചും പുതിയൊരു ട്രെയിലറും കൂടെ ഗെയിമിൻ്റെ അകത്ത് അവർ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ട്രെയിലറും കൂടെ നമുക്ക് കാണാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രാഫ്റ്റൺ എന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പബ്ജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് 2 മോഡുകളാണ്. ലോ സ്പെക്കിനും ഹൈ സ്പെസിഫിക്കേഷനുമായിട്ട് സെപ്പറേറ്റ് പാക്കേജുകളാണ് വരുന്നത്. അപ്പോൾ ലോ സ്പെസിഫിക്കേഷനിൽ 379 MB മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നിങ്ങളുടെ ഫോണിന് ഹൈ വേണമെങ്കിൽ HD വേണമെങ്കിൽ നിങ്ങൾക്ക് 618 MBയുടെ ആ ഒരു പാക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിലും കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആയ ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു വാർണിംഗ് അവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ ഗെയിം ജസ്റ്റ് ഒരു സർവൈവൽ സിമുലേറ്റർ ഗെയിം മാത്രമാണ്, അല്ലാതെ റിയൽ വേൾഡായിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ള രീതിയിൽ വലിയൊരു ഡിസ്ക്ലെയിമറാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യക്ക് വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് പുതിയൊരു ട്രെയിലർ ഗെയിമിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ട്രെയിലർ കാണാം. ഗെയിം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന്. കാരണം ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗെയിമാണ് എന്ന്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ യെസ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പഴയ അക്കൗണ്ട് ഫേസ്ബുക്കിലാണ് അല്ലെങ്കിൽ ട്വിറ്ററിലാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ യെസ് കൊടുത്തിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ പുതിയൊരു അക്കൗണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ട്രാൻസ്ഫർ വേണ്ട എന്ന് വെക്കുവാണ്. ഇനി പഴയ അക്കൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂസിയും അതേപോലെ നിങ്ങളുടെ കയ്യിലുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. റാങ്ക് ചിലപ്പോൾ പോകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഇൻവെൻട്രി എല്ലാം തന്നെ കിട്ടും. ഇനി ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകമായിട്ടൊരു ട്യൂട്ടോറിയൽ തരുന്നുണ്ട്. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ബ്ലഡിൻ്റെ കളർ റെഡ് അല്ല, അത് ഗ്രീൻ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇതിനെ ബ്ലഡ് എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഡാമേജ് വരുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ കാണുന്ന ഒരു തൂവൽ പറക്കുന്ന പോലത്തെ ഒരു എഫക്റ്റാണ്. അപ്പോൾ എന്തായാലും അത് മുഴുവനായിട്ടും തന്നെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരു നോട്ടീസ് അവർ കാണിക്കുന്നുണ്ട്. അതായത് ഇത് ജസ്റ്റ് ഒരു സിമുലേഷൻ ആണ്, നിങ്ങളിത് റിയൽ വേൾഡായിട്ട് കമ്പയർ ചെയ്ത്. അപ്പോൾ വീണ്ടും ഈ ഒരു നോട്ടീസ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സെറ്റിങ്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സെയിം ടു സെയിം ആണ്. പബ്ജിയിൽ എന്തൊക്കെയാണ് ഉണ്ടായത് ആ കാര്യങ്ങൾ സകലതും ഇതിലുണ്ട്. ജസ്റ്റ് വ്യത്യാസം വരുത്തിയിരിക്കുന്നത് നമ്മളിതിൽ ബ്ലഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പച്ചയുടെ പലതരം പച്ചകളാണ് അവിടെ കാണുന്നത് എന്നുള്ളതല്ലാതെ വേറെ ചേഞ്ചുകളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഇപ്പോൾ UHDയിലായാലും അല്ലെങ്കിൽ അൾട്രയിലായാലും എല്ലാത്തിലും ഇട്ട് കളിക്കാനുള്ള ഓപ്ഷൻസും ഒന്നും തന്നെ ഇതിൽ മാറ്റിയിട്ടുമില്ല. അപ്പോൾ പുതിയൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലെയിനിൽ നിന്ന് ചാടുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ താഴെ ഇതൊരു എന്താ പറയുക വിർച്വൽ വേൾഡ് ആണ്. നിങ്ങൾ വിർച്വൽ വേൾഡിൽ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിർച്വൽ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടേം പിന്നെയും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ പോലും ഇതിനെ ഒറിജിനാലിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷൻ കൊണ്ട്. ഇനി അടുത്ത ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ടീംമേറ്റ്സ് ഒക്കെ കില്ലാകുവാണെങ്കിൽ കിൽഡ് എന്നല്ല എഴുതി കാണിക്കുന്നത്, യുവർ ടീംമേറ്റ് വാസ് ഡിഫീറ്റഡ് ബൈ എന്നാണ് എഴുതി കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ നിങ്ങൾ ഒരാളെ ഷൂട്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ ആ ഒരാളിനെ കില്ല് ചെയ്യുവാണെങ്കിൽ ഒരു കില്ല് എന്നല്ല ഇപ്പോൾ കാണിക്കുന്നത്, വൺ ഫിനിഷ്ഡ് എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ കില്ല് എന്നുള്ള വാക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഫിനിഷ് എന്ന് പറഞ്ഞ വാക്കുമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ചെറിയ ഈ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടേംസ് പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു ഗെയിമിൽ കാണാനായിട്ട് പറ്റും. ഇനി ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്ന വിന്നർ ചിക്കൻ ഡിന്നറൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഗെയിമിനകത്ത് പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു BGMAയുടെ പുതിയ അഡ്വർടൈസ്മെൻറ്റ് പല ഫ്ലെക്സ് ബോർഡുകളിലും അവിടെ ഇവിടെയൊക്കെ ഗെയിമിൽ റെഫർ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഇനി ഏത് സീസണിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സീസൺ 19 നിന്നുമാണ്. അതായത് ഇപ്പോൾ ഏതാണോ ഗ്ലോബലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സെയിം സീസണിൽ തന്നെയാണ് ഇതും സ്റ്റാർട്ട് ആവുന്നത്. അതുകൊണ്ട് സീസൺ 1 തൊട്ടൊന്നുമല്ല തുടങ്ങുന്നത്.
തുടങ്ങുന്നത്. ഇനി അതേപോലെ ഗെയിമിലെ മോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ പബ്ജിയിലുണ്ടായ എല്ലാ മോഡുകളും ഉണ്ട്. ഇപ്പോൾ ക്ലാസിക് ആയിക്കോട്ടെ, ആർക്കേഡ് ആയിക്കോട്ടെ, ഇവോ ഗ്രൗണ്ട് ആയിക്കോട്ടെ, അറീന ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ മാപ്സ് വരുമെന്ന് നമുക്ക് കുറേയധികം സംശയമുണ്ടായി. ഇതിൽ എല്ലാ മാപ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എറാങ്കിലുണ്ട്, ലിവിക് ഉണ്ട്, മിറാമർ ഉണ്ട്, ഷാനോക്ക് ഉണ്ട്, കാരാക്കൻ ഉണ്ട്. അത് എല്ലാ മാപ്സും നമുക്ക് ഇതിൽ കളിക്കാനായിട്ട് അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു ഫസ്റ്റ് ലുക്കിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതായത് പബ്ജിയിൽ എന്താണ് വരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ പബ്ജിയിലും വന്നിരിക്കുന്നത്. കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി യൂസർ ഫ്രണ്ട്ലി ആക്കിയതായിട്ടാണ് തോന്നുന്നത്. ഇനി മെയിൻ റിലീസ് അല്ലെങ്കിൽ പബ്ലിക് റിലീസ് എന്നാണ് എന്നുള്ള കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇനി ആ ഒരു റിലീസ് വരുമ്പോൾ ഇതിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യവും അറിയില്ല. എന്നാലും മേജർ ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. കാരണം ഇതിലിപ്പോൾ കളിച്ച അത്രയും ഞാൻ നോക്കുമ്പോൾ ഗ്ലോബൽ പബ്ജിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാം തന്നെ ഇതിലുണ്ട്. ചെറിയ വിഷ്വൽ ചേഞ്ചസും വേർഡിങ്സിൻ്റെ മാറ്റങ്ങളും ഒഴികെ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് ലുക്ക് കിട്ടിയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.